ഹലോ ഗൈസ്, അപ്പം നമ്മൾ മൂന്നാർ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാജാക്കാട് വഴിയാണ് പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് ചതുരംഗപ്പാറ കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പണി നടക്കണോണ്ട് അവര് കള്ളിപ്പാറ അങ്ങനെ എന്താണ് പേര്, കള്ളിപ്പാറ വ്യൂ പോയിന്റ് പോകാൻ പറഞ്ഞ്. അപ്പം നോർമലി മൂന്നാർ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വഴി വന്നത്, ഗ്യാപ്പ് റോഡ് കയറി പോവാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ചതുരംഗപ്പാറ കയറാൻ പറ്റിയില്ല. കള്ളിപ്പാറ ഇതുവരെ ഗൗതമും പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല. ചതുരംഗപ്പാറ ഒരു വട്ടം പോയിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. അന്ന് വേറെ ഒരു വ്യൂ ഒക്കെ കണ്ടിരുന്നു പോയിട്ട്. നീ അവരോട് ചോദിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞു? അവർ പറഞ്ഞു കാറാണെങ്കിൽ കയറി പൊക്കോളും, ബാക്കിയുള്ള വണ്ടികൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്തായാലും കയറും. ഹോണടിച്ചു പോവാ. നമ്മള് ഈ വഴിയാണ് പോവാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഗ്യാപ്പ് ഉണ്ടാവൂല. അപ്പൊ നമ്മളിങ്ങനെ വണ്ടി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞ്? ഓക്കെ. ഗൈസ്, ഞങ്ങൾ കയറാൻ പോവുകയാണ്. അയ്യോ, നമ്മൾ വീണ്ടും റിവേഴ്സ് എടുത്തു. നീ അതും പിടിച്ച് ഇവിടെ നിൽക്ക്. ഇത് നമ്മുടെ ഓണല്ലേ? എത്ര വണ്ടി? 5 വണ്ടിയാ? ഇതൊട്ടും വിചാരിക്കാത്ത അവിടെ തമ്മി തല്ലുന്ന്. അയാളോട് ചോദിക്കാൻ പറയുന്നത് ലാസ്റ്റ് വണ്ടിയാണോ അത്? ഓക്കെ, 1840 വണ്ടി നമ്പറാണോ? ഇപ്പൊ വരുന്നതായിരിക്കും ലാസ്റ്റ് വണ്ടി. 1840 അല്ലേ പറഞ്ഞേ? അതാണത്. ഗൈസ്, അപ്പൊ നമ്മുടെ മാറി നീ മാറാണെന്ന്. ഇവിടെ പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിധം എങ്ങനെയെങ്കിലും ഫ്രണ്ടിലോട്ട് കയറി ചെല്ലുമ്പോഴായിരിക്കും അവിടെ നിന്ന് ഒരു സെറ്റ് വണ്ടി വരുന്നത്. അപ്പം നമുക്ക് 2 വണ്ടിക്കും കൂടിയും പോകാനുള്ള സ്പേസ് ഉണ്ടാകത്തില്ല. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാലും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾക്ക് ഓൾറെഡി ഭയങ്കര സ്പേസ് ഉള്ളിടത്തേക്ക് റിവേഴ്സ് എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കയറാൻ ടൈം എടുക്കും. ഭയങ്കര ലാഗാണ്. ഡയലോഗ് അടിക്കാൻ മാത്രം പോരാ സ്റ്റാമിന. ഞാൻ പറഞ്ഞിറങ്ങിപ്പോ നല്ലൊരു എക്സ്പീരിയൻസ്. അമ്മച്ചി
പിടിക്കില്ലേ ചേട്ടാ. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് ഗൗതം ഓടിച്ചൊളിച്ച് നമ്മളുടെ ഒരു വ്യൂ പോയിന്റിലെത്തി. അപ്പോൾ ഇതാണ് ആ വ്യൂ പോയിന്റ്. നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോരുമ്പോൾ ആദ്യം കാണുന്ന വ്യൂ ഇതായിരിക്കും. ചേട്ടൻ പ്രൗഡ് നോക്കട്ടെ. എന്താണെന്ന് ചോദിക്കാൻ. ഞങ്ങളവിടെ പോയപ്പോൾ അവിടെയുള്ള ആൾക്കാർ, അവിടുത്തെ ഡ്രൈവേഴ്സ് ഗൗതത്തിനെ വിളിക്കുകയായിരുന്നു, എങ്ങനെയാണ് വണ്ടി ചെയ്ത്, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ. നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. നമ്മൾ കയറാൻ കുറേ ടൈം എടുത്തു. കുറേ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ടുണ്ടാകും. കാരണം ഗൗതം അത് പിന്നെയും എഫേർട്ട് ഇല്ലാണ്ട് ഓടിച്ചു. പക്ഷേ ഇപ്പോൾ ഒരു ടീമായിട്ടായിരിക്കും ജീപ്പുകൾ ഇറങ്ങി വരുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു 5 ജീപ്പ്, ചിലപ്പോൾ ഒരു 7 ജീപ്പ്. അപ്പോൾ ഈ ജീപ്പൊക്കെ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കയറ്റാൻ പറ്റുള്ളൂ. 2 വണ്ടി പോകാനുള്ള സ്പേസ് ഉണ്ടാവത്തില്ല. അപ്പം നമ്മളിങ്ങനെ ഒതുക്കി കയറ്റി അങ്ങനെ പോകുമ്പോൾ ഒരുപാട് ടൈം എടുത്ത്, പിന്നെ കുറച്ച് റിസ്ക്കുമാണ് അങ്ങനെ കയറി പോകുമ്പോൾ. ഇപ്പം ഈ പോണ സ്ഥലത്തേക്ക് അവിടെയുള്ള ആൾക്കാർ അധികം ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നോർമലി അവിടുത്തെ ജീപ്പിൽ ട്രക്കിങ്ങിന് പോവുകയാണെങ്കിൽ ഞങ്ങളിപ്പം നിന്ന സ്ഥലത്ത് മാത്രമേ നിർത്തത്തുള്ളൂ. ഈ ഒരു സ്പേസിലോട്ട് ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെയുള്ള ഡ്രൈവേഴ്സാണ് പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകണമെങ്കിൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര അടിപൊളി പ്ലേസ് ആയിരുന്നു. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. നല്ല കാറ്റും നല്ല ആംബിയൻസും ഒക്കെ ആയിരുന്നു. ആണല്ലേ? എന്തോ എന്ത് കേട്ടില്ല. ആണല്ലേ? ഗായ്സ്, ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. ഇങ്ങോട്ടേക്ക് അധികം ആൾക്കാരൊന്നും വരുന്നില്ല. പ്രൈവറ്റായിട്ട് വണ്ടി കൊണ്ടുവരുന്നവർ മാത്രം. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അവിടെയുള്ള ചേട്ടന്മാർ പറഞ്ഞത്. ഇവിടെ അടിപൊളി നല്ല കാറ്റുണ്ട്, നല്ല വ്യൂ ഉണ്ട്. അൺഎക്സ്പെക്റ്റഡായി വന്നെത്തിയതാണ്. ഞങ്ങൾ ചതുരംഗപ്പാറ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞില്ല, റോഡ് പണി നടക്കണ കാരണം അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നൈസ് വ്യൂ. നമ്മൾ ബാക്കി വണ്ടികൾ ഇറങ്ങാൻ നല്ല പൊടി. അപ്പം അവർ പിന്നാലെ ഇറങ്ങാന്ന് വെച്ച്, അല്ലെങ്കിൽ നമ്മൾ ചെക്കായി പോകും ഇറങ്ങുന്ന സമയത്ത്. അമ്മ ഇറങ്ങാൻ ചിന്തിക്കാൻ വയ്യ എനിക്ക്.
നമ്മളപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിയുടെ ടയറ് ഒന്ന് കുഴിയിലോട്ടായിരുന്നു. അപ്പം ആ ഗ്യാപ്പിൽ ഏതോ കല്ലുമ്മ തട്ടി വണ്ടിയുടെ മഡ് ഫ്ലാപ്പ് ഒന്ന് പോന്നിരുന്നു. അത് സ്ക്രൂവിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അത് ആക്ച്വലി. എന്താണ് സംഭവം? ഒന്നുമില്ല, ഇന്ന് പോയിട്ട് പോയതാ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സെറ്റ് ഓഫ് വണ്ടി വന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു ആക്ച്വലി. നമ്മൾ ഒരുപാട് ഒതുക്കി കൊടുത്തിട്ടും മറ്റേ വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അവിടെയാണെങ്കിൽ ഒരു കുഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റുള്ള വണ്ടി വരുന്ന സമയത്ത് അതിൻ്റെ ടയർ ആ കുഴി പോകുമ്പോൾ നമ്മുടെ വണ്ടിക്ക് വീഴാൻ പോണ പോലെ ഇരുന്ന്. അത് ശരിക്കും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി ഞാൻ ആ സമയത്ത്. ഗൗതമാണെങ്കിൽ പറയുന്നുണ്ട്, നീ എന്തിനാ പേടിക്കണത്, നീ ചുമ്മാ ഇരിക്കും, ടെൻഷൻ ആവാണ്ടിരിക്കുന്നൊക്കെ. ഞാൻ മറ്റേ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. തട്ടിയില്ലല്ലോ. എത്ര വണ്ടിയുണ്ട്? വണ്ടി 5-6 വണ്ടി. കേറി 3 ടീം വെച്ചാണ്. 3 ടീം വെച്ചാണ് അവന്മാര്. 3 ടീമല്ലേ ഞങ്ങള്. ഇടയ്ക്കിടയ്ക്ക് ഓൺ അടിച്ചോ. അങ്ങനെ ടൈം എടുത്തായാലും നമ്മൾ അടിയിലോട്ട് ഇറങ്ങി. സംഭവം ഞാൻ പേടിച്ചെങ്കിലും ഗൗതം ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പം ഗൗതം ഭയങ്കര നിസ്സാരമായിട്ടാണ് എല്ലാം ഹാൻഡിൽ ചെയ്തത്. ഗൗതം എൻ്റെ അടുത്ത് പറയേണ്ടത്, ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, കൂളായിട്ടിരിക്കുന്നൊക്കെ. ആരെങ്കിലുമൊക്കെ കള്ളിപ്പാറയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വണ്ടിക്ക് പോകാണ്ടിരിക്കാൻ മാക്സിമം നോക്കുക. നമുക്കൊരു കൂട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. പിന്നെ ഒറ്റയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ, അതായത് ഒരു വണ്ടിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ വേണം. എന്നാലേ നമുക്ക് അത്യാവശ്യം സൈഡ് പറഞ്ഞു തരാനും വണ്ടി വരുമ്പോൾ പറഞ്ഞു തരാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ 3 കൂടിയും കവർ ചെയ്തിട്ടാണ് വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ.